ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ കണക്ഷനൊക്കെ പ്ലഗൊക്കെ മാറ്റി ഇട്ടതിന് ശേഷമാണ് ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തന്നെ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എല്ലാം എടുത്ത് പുറത്ത് വെക്കട്ടെ. അതെല്ലാം എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലുള്ള എല്ലാ പാർട്സുകളും എല്ലാം മാറ്റി വെച്ച് അതെല്ലാം വാഷ് ചെയ്യാനായിട്ട് മാറ്റി വെക്കും. ഇതിപ്പോൾ എൻ്റെ ശർക്കര മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ശർക്കരപ്പാനി കൊട്ടിപ്പോയതാണ്. അപ്പോൾ എന്തായാലും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് അത് പോയത്. പിന്നെ ഇപ്പം തന്നെ എന്തായാലും അത് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ക്ലീനിങ് സൊല്യൂഷനാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു ഹാഫ് ലെമൺ ജ്യൂസും 1 ടീസ്പൂൺ വിനെഗറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡിഷ് വാഷർ ലിക്വിഡ് ഒരു 1-2 ഡ്രോപ്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബ്രഷിൽ നമുക്ക് ഫ്രിഡ്ജിൻ്റെ എല്ലാ ഗ്യാപ്പുകളിലും ഒക്കെ ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളിത് ബ്രഷ് ചെയ്ത് അധികം ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമ്മൾക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കിതിലുള്ള കണ്ടെയ്നറുകളും എല്ലാം നമുക്ക് വാഷ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഈ സൊല്യൂഷനൊക്കെ എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡായി എല്ലാം ആ അഴുക്കൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വൈപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിപ്പോൾ ശർക്കരപ്പാനി കൊട്ടിപ്പോയതുകൊണ്ട് അപ്പോൾ തന്നെ ഞാൻ എന്തായാലും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചതുകൊണ്ട് അത് കട്ട പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എന്നാലും ആ സൊല്യൂഷനൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പാർട്സൊക്കെ വാഷ് ചെയ്ത് വരുമ്പോഴത്തേക്കും നന്നായിട്ട് ഇതിൻ്റെ ഡസ്റ്റൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. ഈ ഭാഗങ്ങളിൽ എന്തെന്നായാലും ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജൊക്കെ നന്നായിട്ട് നീറ്റാക്കി സൂക്ഷിക്കുന്നവർ എപ്പോൾ സാധനങ്ങൾ വെക്കുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അധികം വൃത്തികേടാവാതെ നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എല്ലാ ദിവസങ്ങളും സാധനങ്ങൾ വെക്കുമ്പോൾ ഒന്ന് വൈപ്പ് ചെയ്തതിന് ശേഷമൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും നീറ്റായിട്ട് ക്ലീനായിട്ട് തന്നെ ഇരിക്കും. എന്നാലും ഈ ഭാഗങ്ങളിലൊക്കെ ഈ സൈഡുകളിലൊക്കെ എന്തായാലും ഡസ്റ്റ് ഉണ്ടാകും. കാരണം എന്നൊന്നും നമ്മൾ എല്ലാ ദിവസമൊന്നും ഈ സൈഡുകളിലൊന്നും ഒന്ന് വൈപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തല്ലേ എടുക്കുള്ളൂ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഡസ്റ്റായിട്ടുണ്ടാകും. എന്തോ തണുപ്പ് കൂടുതൽ കൊണ്ടോ എന്തോ എനിക്കറിയില്ല. എന്നാലും അവിടെ എന്തായാലും ഉണ്ടാകും. ഒരു മാസത്തിലൊരിക്കൽ ക്ലീൻ ചെയ്താലും അത് ബ്രഷിൽ നമ്മൾ സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് വൈപ്പ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇനിയിപ്പോൾ അതെല്ലാം സ്പ്രെഡ് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് നന്നായിട്ട് അവിടെ സ്പ്രെഡായി വരുമ്പോഴത്തേക്കും അഴുക്കൊക്കെ മെൽറ്റായി വരുമ്പോഴത്തേക്കും പാർട്സൊക്കെ നന്നായിട്ട് നമുക്ക് ഈ ലിക്വിഡ് തന്നെ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ അങ്ങനെയൊന്നും നമ്മൾ യൂസ് ചെയ്യരുത്. വളരെ നോർമലായിട്ടുള്ള നമുക്ക് യൂസാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ക്രബ്ബർ മാത്രമാണ് ഇതൊക്കെ വാഷ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് അങ്ങനെ തേച്ച് അധികം അങ്ങനെ ഉരക്കേണ്ടതും കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാം വാഷ് ചെയ്ത് നമുക്കിങ്ങനെ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വാഷ് ചെയ്ത ഈ ഇതുകളൊക്കെ ഞാൻ ഒരു കോട്ടൺ തുണി വിരിച്ചിട്ട് നല്ല വെയിൽ കൊള്ളുന്ന ഭാഗത്തായിട്ട് ഇങ്ങനെ ചരിച്ച് വെച്ച് കൊടുക്കും. വെള്ളം പെട്ടെന്ന് തന്നെ വാർന്ന് കോട്ടണിലൊക്കെ പിടിച്ച് പെട്ടെന്ന് തന്നെ നമുക്കെടുത്ത് ഫ്രിഡ്ജൊക്കെ നീറ്റാക്കി വരുമ്പോഴത്തേക്കും പാർട്സൊക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഇങ്ങനെ ഈ ശർക്കരപ്പാനിയൊക്കെ മെൽറ്റായതുകൊണ്ട് ഇപ്പോൾ അതൊന്ന് 2-3 പ്രാവശ്യം ഇതൊന്ന് വൈപ്പ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അധികം അഴുക്കൊന്നുമില്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് സ്ക്രബ് ചെയ്ത് വൈപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ക്ലോത്ത് വൈപ്പ് ചെയ്ത് ക്ലോത്ത് ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ക്ലോത്ത് വേണം നമ്മൾക്ക് ഫ്രിഡ്ജൊക്കെ വൈപ്പ് ചെയ്തെടുക്കാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ
ഇപ്പോൾ ഫ്രിഡ്ജൊക്കെ എല്ലായിടത്തും നല്ല നീറ്റായിട്ട് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗം കൂടി ഒന്ന് നന്നായിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ വളരെയധികം കെയർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഫ്രിഡ്ജ്. കാരണം ഫ്രിഡ്ജിൽ നമ്മൾ ഫുഡ് ഐറ്റംസും നമ്മൾ വെജീസും ഫിഷ് മീറ്റ് ഒക്കെ യൂസ് ചെയ്യണവരെല്ലാം വെക്കുന്നതാണ്. അപ്പോൾ അതിൽ ബാക്ടീരിയ ഒട്ടും ഇല്ല എന്ന് നമ്മൾക്ക് ഉറപ്പ് വരുത്തൽ നമുക്ക് നമ്മളെ ഹെൽത്തിന് ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഫ്രിഡ്ജും. നമുക്ക് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും നമ്മൾ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മളതൊക്കെ നീറ്റാക്കി ഓരോ കണ്ടെയ്നറിലാക്കിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും നല്ല നീറ്റായിട്ട് ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. നല്ല നീറ്റായിട്ട് ക്ലീനായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മനസ്സിന് ഒരു സന്തോഷം തന്നെയാണ് അല്ലേ. അപ്പം എപ്പോഴും നമുക്ക് സാധനങ്ങൾ വെക്കാനും ഒരു അടുക്കും ചിട്ടയോടുകൂടി നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കും അത് വൃത്തിയാക്കാനും നമുക്ക് എളുപ്പമായിരിക്കും. നമുക്ക് എപ്പോഴും നീറ്റായിട്ട് കൊണ്ടുനടക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഫ്രീസറിലും ഫ്രിഡ്ജിലും എല്ലാം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പുറത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസൊക്കെ ഞാൻ നന്നായിട്ട് വൈപ്പ് ചെയ്തതിന് ശേഷം നല്ല നീറ്റായിട്ട് തന്നെയാണ് തിരിച്ച് സ്റ്റോർ ചെയ്യുള്ളൂ. അപ്പോൾ എപ്പോഴും നീറ്റായിട്ടിരിക്കും. പിന്നെ നമ്മൾ വെജീസൊക്കെ അധികം ദിവസത്തേക്ക് ഞാൻ ഫിഷായാലും മീറ്റായാലും ഒന്നും വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാറില്ല. കാരണം വെച്ചാൽ എപ്പോഴും സുലഭമായി കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. പിന്നെ എനിക്കധികം ഫ്രീസറിലൊന്നും വെച്ചിട്ട് യൂസ് ചെയ്യണത് അത്ര ഇഷ്ടമുള്ള ആളല്ല. ഗസ്റ്റൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ബിസി ആയിട്ടുള്ള ദിവസങ്ങളോ ഒക്കെ ഉള്ളപ്പോൾ മാത്രമാണ് അങ്ങനെ സ്റ്റോക്ക് ചെയ്യുള്ളൂ, ഫിഷും മീറ്റായാലും ഒക്കെ വാങ്ങിച്ചിട്ട്. പിന്നെ കൂടുതലും വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കുമ്പോൾ കൂടി വന്നാൽ മാത്രമാണ് 2 ആഴ്ചത്തേക്കുള്ളത് വാങ്ങിക്കുക. അത് വല്ലപ്പോഴും അങ്ങനെയൊക്കെ വാങ്ങിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരാഴ്ചക്ക് എല്ലാ ആഴ്ചയിലും വാങ്ങിക്കും. അത്യാവശ്യത്തിന് വേണ്ടതൊക്കെ നമ്മളെല്ലാ ദിവസവും ഒന്നും വെജിറ്റബിൾസ് ആയാലും ഫിഷ് ആയാലും മീറ്റ് ആയാലും ഒന്നും യൂസ് ചെയ്യൂലല്ലോ. അപ്പോൾ ഓരോ ദിവസത്തേക്കുള്ളത് നമ്മൾക്കൊരു ഐഡിയ വെച്ചിട്ട് നമ്മൾക്കത് അങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഫ്രഷായിട്ട് തന്നെ നമ്മൾക്ക് കഴിക്കാനായിട്ട് എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ നമുക്ക് 2 ആഴ്ചത്തേക്കോ 1 മാസത്തേക്കൊന്നും സ്റ്റോക്ക് ചെയ്യണോണ്ടൊന്നും യാതൊരു കുഴപ്പവും ഇല്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ അവരുടെ ഇപ്പം എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും സാധനങ്ങളൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാതെ പോയി തൊട്ടടുത്ത് തന്നെ വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വളരെ ശ്രദ്ധിച്ച് കണ്ടെയ്നറിലൊക്കെ ആക്കി ഓരോ ഐറ്റംസും എങ്ങനെയൊക്കെയാണ് വെക്കേണ്ടതെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുറേ നാൾ തന്നെ 1 മാസം എന്തായാലും നല്ല ഫ്രഷായിട്ട് തന്നെ വെജീസൊക്കെ ഇരിക്കും കേട്ടോ. എന്തായാലും സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഫ്രിഡ്ജ് ഓർഗനൈസിങ് വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്തായാലും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ ഫ്രിഡ്ജ് നീറ്റാക്കി വെക്കും. നീറ്റാക്കി വെച്ചതിന് ശേഷമാണ് ചിലപ്പോൾ അന്ന് തന്നെ പോയി വാങ്ങിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസമായിരിക്കും സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. പിന്നെ അധികം സാധനങ്ങളും തീരണ ഒരു ടൈമിലാണ് ഫ്രിഡ്ജ് ഡീപ്പ് ക്ലീൻ ചെയ്യുള്ളൂ. ഇതിപ്പോൾ എന്തായാലും എനിക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് നിർബന്ധമായിട്ട് തന്നെ വന്ന് ശർക്കര പാനി അതിൽ കൊട്ടിപ്പോയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നീറ്റാക്കേണ്ടതായിട്ട് വന്ന്. അപ്പോൾ എന്തായാലും ഡീപ്പ് ക്ലീൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാണിപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ ഉള്ളത് തന്നെ എല്ലാം നല്ല നീറ്റാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കണ്ടെയ്നറിലാക്കിയിട്ടാണ് ഞാൻ സ്റ്റോർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും നീറ്റായിട്ട് ഫ്രഷായിട്ട് ഇരിക്കും. ഇനിയിപ്പോൾ ഹാൻഡിലിൻ്റെ ഭാഗത്ത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ടർക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഡോറ് ഓപ്പൺ ചെയ്യേണ്ട സമയത്ത് കയ്യിലൊക്കെ വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അബ്സോർബായി പോവുകയും ചെയ്യും.
അപ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു മടിയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ കവർ അങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുക. അങ്ങനത്തെ ഒരു മടി ഒക്കെ ചില സമയങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കും. പക്ഷേ അതൊരിക്കലും അങ്ങനെ നമ്മൾ ചെയ്യരുത്. നമ്മൾക്ക് വളരെ നീറ്റായി സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് കണ്ടെത്തി, അല്ലെങ്കിൽ പിറ്റേ ദിവസം ആയാലും എടുത്ത് വെച്ചാലും മതി. നമ്മളൊരു കണ്ടെയ്നറിലൊക്കെ ആക്കി അത് ഫ്രഷായി നീറ്റായിട്ട് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്രിഡ്ജൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് തോന്നുകയും ചെയ്യും.